നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. ഹമാസിനെതിരെ ഗാസയിൽ പോലും വൻ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഗാസയിൽ ഹമാസ് ഭരണകൂടത്തിനെതിരെയും യുദ്ധത്തിനെതിരെയും പ്രതിഷേധിച്ച് നൂറുകണക്കിന് പലസ്തീനുകൾ തെരുവിലിറങ്ങിയെന്ന് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധത്തിനെതിരെ ഇസ്രയേലിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ടെൽ അവീവിലടക്കം നെതന്യാഹു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസും സ്വന്തം തട്ടകത്തിൽ പ്രതിഷേധം നേരിടുന്നത്. വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയയിലെ തെരുവുകളിലാണ് പ്രതിഷേധങ്ങൾ കൂടുതലുണ്ടായത്. പുറത്തു പോകൂ, പുറത്തു കടക്കൂ, ഹമാസ് പുറത്തു കടക്കൂ, യുദ്ധം അവസാനിപ്പിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തിയതായിരുന്നു പ്രതിഷേധം. ഞങ്ങൾക്ക് സമാധാനം വേണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാരെ രാജ്യദ്രോഹികളെന്നാണ് ഹമാസ് അനുകൂലികൾ വിശേഷിപ്പിച്ചത്. അതേസമയം പ്രതിഷേധത്തോട് ഹമാസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഗാസ പോലും ഹമാസിനെതിരെ തിരിയുമ്പോൾ ഇവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥനാ യോഗങ്ങൾ വരെ നടത്തുകയാണ്. കോഴിക്കോട് ബീച്ചിൽ വടക്കൻ ജില്ലയിലെ ഹമാസ് അനുകൂലികളെ സംഘടിപ്പിച്ചുകൊണ്ട് സോളിഡാരിറ്റി ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ സംഘം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രസ്തുത പരിപാടിയിൽ ഹമാസ് അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടുകയാണ് ഉണ്ടായത്. ഹമാസ് എന്ന പേരിൽ അറിയപ്പെടുന്നില്ല എങ്കിലും കേരളത്തിലെ ഹമാസിന്റെ സംവിധാനം അനുകൂലികളുടെ കൂട്ടമെന്ന നില കണ്ട് സുസജ്ജമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ട സാഹചര്യ തെളിവുകളുണ്ട്. തുടക്കം മുതൽ തന്നെ കേരള ഹമാസ് വക്താക്കൾ പറയുന്ന ന്യായീകരണം ഇന്ത്യയിൽ ഹമാസ് നിരോധിത സംഘടന അല്ല എന്നതാണ്. ഈ പഴുത് ദുരുപയോഗിച്ച് ഭാരതത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ സുസജ്ജമായ ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തുവാൻ ജം പോലുള്ള സംഘടനകളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹമാസിന് കഴിയും. ഒരു മാസം മുമ്പ് കശ്മീർ ഭീകരരുമായി ചേർന്ന് ഹമാസ് ഇന്ത്യക്കെതിരെ എന്തൊക്കെ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നതിന്റെ വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ. എന്നിരിക്കെ ഹമാസിനെതിരായ നിരോധന പ്രക്രിയയിലേക്ക് ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി പ്രവേശിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.